കാലാവധി കഴിഞ്ഞ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂൾ ഭരണസമിതി അനധികൃതമായി അധ്യാപക നിയമനം നടത്താൻ നടത്തിയ ശ്രമം ഒരു വിഭാഗം സമാജമംഗങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കാലാവധി കഴിഞ്ഞതിനാൽ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പൊതുയോഗത്തിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണമെന്നും ഭരണസമിതി പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, അംഗങ്ങളായ NP ജോൺ, അഡ്വക്കേറ്റ് എസ് പ്രദീപ് ചന്ദ്രൻ എന്നിവർ താലൂക്ക് സമാജം മാനേജറോടും സെക്രട്ടറിയോടും ഹയർ സെക്കൻഡറി ഡയറക്ടറോടും രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പുനലൂർ മുനിസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഞായറാഴ്ച മാനേജറുടെ നേതൃത്വത്തിൽ അനധികൃതമായി നിയമനം നടത്താൻ ശ്രമിച്ചത്. താലൂക്ക് സമാജം സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ നടത്തണമെങ്കിൽ കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിയമം ഇവർ പാലിച്ചിട്ടില്ല. ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് പത്രപരസ്യം നൽകാൻ പ്രിൻസിപ്പലിന് അധികാരമില്ലെന്നിരിക്കെ പ്രിൻസിപ്പലാണ് പത്രപരസ്യം നൽകിയത്. 18 ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിന് എത്തിയിരുന്നു. എന്നാൽ 1 കോടിയോളം രൂപയുടെ അഴിമതി നടത്തി രഹസ്യ നിയമനം ഉറപ്പാക്കിയ ശേഷം മാനേജറും സംഘവും പ്രഹസന ഇന്റർവ്യൂ നടത്തുകയായിരുന്നുവെന്ന് സമരാനുകൂലികളായ സമാജമംഗങ്ങൾ ആരോപിച്ചു. സമാജമംഗങ്ങളോടൊന്നും ആലോചിക്കാതെ 4 നിയമനം ജൂലൈയിൽ നടത്തി 54 ലക്ഷം രൂപ കിട്ടി. ഇപ്പൊ ഇന്ന് നടക്കുന്ന 3 നിയമനങ്ങൾ വഴി 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി നിയമനം 4 നിയമനം 3 12 ഇതൂടെ വാങ്ങിച്ചുകൊണ്ട് ഇവരങ്ങ് പോയാൽ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.